കാണാമായിരുന്നോ തനിക്ക് പാറുവമ്മ? അല്ല, പാറുവമ്മ എൻ്റെതാണെന്ന ബോധം ഉണ്ടായിരുന്നു എനിക്ക്. 2 ദിവസത്തിൽ കൂടുതൽ അവരെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം പോലും അവരുടെ സ്വരം കേൾക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ എത്ര ദിവസമായി? കാണാൻ വന്നപ്പോൾ ആട്ടി ഓടിച്ചില്ലേ? എനിക്ക് വയ്യല്ലോ ദൈവമേ. അവൾ ഇരു കൈകളും ശിരസിൽ അമർത്തിപ്പിടിച്ചു. എത്ര ദിവസമായി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട്? എന്നാണ് എനിക്കിനി ഒന്ന് ഉറങ്ങാൻ കഴിയുക? കണ്ണിൽ നിന്നും ഒഴുകുന്ന നീർക്കണങ്ങളെ തുടയ്ക്കാതെ അവൾ കടലിൻ്റെ അനന്തതയിലേക്ക് മിഴികൾ പായിച്ചു. ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തത്. ശ്രീരേഖ ചേച്ചി കാളിങ്. ഇതിൻ്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്ത് തേങ്ങാ പിണ്ണാക്ക് പറയാനാണവോ വിളിക്കുന്നത്? അവൾ ഗ്രീൻ ബട്ടൺ അമർത്തി ഫോൺ ചെവിയിലേക്ക് ചേർത്തു. അഗ്നിമിത്ര മോളെ, നീ ഇതുവരെയാ? കടലിൻ്റെ ഇരമ്പമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അലറുന്ന തിരമാലകൾ ഉള്ളിലുള്ളപ്പോൾ പുറത്ത് തിരമാലകളെ തേടിപ്പോകുന്നത് എന്തിനാ? കണ്ണടച്ച് നിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ, കാണാം ആഞ്ഞടിക്കുന്ന തിരമാലകളെ. പുച്ഛം കലർന്ന ശ്രീരേഖയുടെ സ്വരം അവളുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. അഗ്നിമിത്രയുടെ കണ്ണുകളിൽ അഗ്നിയുടെ നാമ്പുകൾ മുളച്ചു. എൻ്റെ കണ്ണിലും കാതിലും തലച്ചോറിലും ഹൃദയത്തിലും വരെ തിരമാലകളുണ്ടാവും. അവയെ എണ്ണി തിട്ടപ്പെടുത്താൻ ഞാൻ ശ്രീരേഖയെ വിളിച്ചിട്ടില്ല. നീ വിളിക്കില്ലെന്നറിയാം. അതുകൊണ്ട് വിളിക്കാതെ വരുന്നതാണ് ശ്രീരേഖയ്ക്ക് ഇഷ്ടം. വിളിക്കാത്ത അട്ടയെപ്പോലെ കയറിക്കൂടുന്നത് എന്ന് പറയൂ. നീ അർത്ഥങ്ങൾ പലതും പറഞ്ഞോളൂ. ഞാനിപ്പോൾ ശരിക്കും ആസ്വദിക്കുകയാണ്. നിന്റെ തകർച്ച എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്നുണ്ട്. ഇതുവരെ സ്വന്തം എന്ന് കരുതിയവർ ഒന്നും സ്വന്തമല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന. ഞാനിതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നീ മറന്നു കാണില്ലല്ലോ. ഹരിനന്ദൻ്റെ വക്കീൽ ഞാനാണ്. ഇന്നലെ 20 മിനിറ്റ് സമയം എനിക്ക് അനുവദിച്ചു തന്നിരുന്നു അയാളോട് സംസാരിക്കാൻ. ആ 20 മിനിറ്റിനുള്ളിൽ അയാൾ പറഞ്ഞത് മുഴുവൻ നിന്റെ ജീവചരിത്രമായിരുന്നു. ഇന്ന് നിനക്കറിയാവുന്നത് പോലെ തന്നെ എനിക്കും അറിയാം നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന്. ശരിക്കും ഞാൻ കളം മാറ്റി കളിക്കാൻ പോവുകയാണ്. നിന്റെ അച്ഛൻ എന്ന വ്യക്തി ഉണ്ടല്ലോ, പ്രൊഫസർ ആനന്ദ് ഗംഗാധർ. അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് ഹരിനന്ദനെ ഞാൻ മോചിതനാക്കും. നിന്നെയും ലക്ഷ്മി പാർവതി എന്ന പാർവതി രംഗനാഥനെയും ഞാൻ കോടതി മുറിക്കുള്ളിൽ കയറി ചോദ്യം ചെയ്യും. നിന്റെ ജീവിത കഥ നാട് മുഴുവൻ കൊട്ടിപ്പാടും. ജയിലിൽ നിന്നിറങ്ങിയ നിന്റെ അമ്മ ലക്ഷ്മി പാർവതി ആനന്ദ് ഗംഗാധരനെ കല്യാണം കഴിച്ച് പാർവതി രംഗനാഥനായ കഥയും ലോകമറിയും. ശ്രീരേഖ പറഞ്ഞതൊന്നും മിത്രയിൽ ഒരു കുലുക്കവും ഉണ്ടാക്കിയില്ല. നീ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞില്ലേ? പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കാതെ അംഗം ജയിക്കാനുള്ള വഴി നോക്ക്. കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന വാക്ക് വെറുതെ അന്വർത്ഥമാക്കണ്ട. നീ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. നിനക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുക. മിത്ര കൂസലില്ലാതെ പറഞ്ഞു. അടുത്ത മാസം 15-നാണ് വാദം തുടങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ഓഫർ വയ്ക്കാം. SI കിഷോർ മാധവുമായുള്ള ബന്ധത്തിൽ നിന്നും നീ പിന്മാറുകയാണെങ്കിൽ ഹരിനന്ദൻ്റെ കേസ് ഞാൻ ഏറ്റെടുത്ത് തോൽപ്പിച്ചു തരാം. നിന്നെക്കുറിച്ചുള്ളതൊന്നും പുറം ലോകം അറിയില്ല. എനിക്ക് അവനെ മാത്രം മതി, കിഷോറിനെ, എൻ്റെ മാത്രം കിച്ചനായി. ഓഫർ കൊണ്ടുപോയി നിന്റെ അമ്മയുടെ നായർക്ക് കൊടുക്ക്. നീ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ SI കിഷോർ മാധവിനെ ഞാൻ എൻ്റെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ല. നിനക്ക് വേണമെങ്കിൽ, പറ്റുമെങ്കിൽ എടുത്തോ, ഞാൻ തടയില്ല. ശ്രമിച്ചു നോക്കിയിട്ടും പരാജയപ്പെട്ടാൽ അതിന് ഞാൻ ഉത്തരവാദിയുമല്ല. പിന്നെ എൻ്റെ ജീവിതകഥ, അത് നീ പാടിയാലും ഇല്ലെങ്കിലും പുറത്തു വരാനുള്ളത് പുറത്തു വരും. സത്യത്തിനെ 7 പൂട്ടുള്ള പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചാലും ആ പൂട്ടുകളെല്ലാം സ്വയം അഴിഞ്ഞു വീണ് ഒരു നാൾ ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതിൻ്റെ ഉദാഹരണമാണ് പ്രൊഫസർ ആനന്ദ് ഗംഗാധർ എന്ന എൻ്റെ സാറിന് അങ്ങനെ ഒരു പ്രൊജക്റ്റ് എൻ്റെ തലയിൽ വച്ചു തരാൻ തോന്നിയത്. നീ കോടതിയിൽ ചെല്ല്. ഒരു പോലീസിൻ്റെ കയ്യിലും ഇല്ലാത്ത തെളിവുമായി ഞാൻ കോടതിയിലുണ്ടാവും. എന്നെ മറികടന്ന് അയാളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നീ പണി തുടങ്ങിയോ. അഗ്നിമിത്ര എന്നാണ് എൻ്റെ പേര്, അല്ലാതെ ശ്രീരേഖ എന്നല്ല. ആണിനെ ഇരക്കാൻ നടക്കുന്ന വർഗം. അതുകൊണ്ട് മോളെ ശ്രീരേഖയെ, ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ. രാജവെമ്പാലയെ കണ്ടിട്ട് പേടിച്ചിട്ടില്ല ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ട് മിത്ര ഫോൺ ഓഫ് ചെയ്തു. ദേഷ്യം കൊണ്ട് അവളുടെ ശരീരമാകെ വിറകൊള്ളുന്നുണ്ടായിരുന്നു. 100 വോൾട്ട് എനർജി കിട്ടിയതിന് തുല്യമായിരുന്നു ശ്രീരേഖയുമായുള്ള ആ ഫോൺ കോൾ മിത്രയ്ക്ക് നൽകിയത്. താനും കിച്ചുവും തമ്മിൽ 3 വർഷത്തെ ടൈം പീരീഡ് ഉണ്ട്. അതിനിടയിൽ അവന് വേറെ ജീവിതം തേടിപ്പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ. ശ്രീരേഖയ്ക്ക് കഴിയുമെങ്കിൽ അവനെ വളച്ചെടുത്തോട്ടെ. ഇനി തനിക്കൊരു സന്തോഷമുള്ള ജീവിതം തന്നെ ഉണ്ടാകില്ലെന്നറിയാം. അപ്പോഴാണ് പ്രണയവും വിവാഹവും. ഒരു തേങ്ങാക്കൊലയും വേണ്ട. ദൈവം വച്ചത് എന്താണെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കട്ടെ. നേരിടാൻ അഗ്നിമിത്ര തയ്യാറാണ്. ഒരു മാളത്തിലും ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വാശിയോടെ അവൾ അങ്ങനെ സ്വയം പറഞ്ഞിരിക്കുമ്പോഴാണ് വീണ്ടും മിത്രയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. നിനക്കെൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരെ ശ്രീരേഖയെ, ബാക്കി കൂടി തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ ബാഗിൽ നിന്നും ഫോൺ വീണ്ടും എടുത്തത്. എന്നാൽ അവൾ വിചാരിച്ചതുപോലെ ശ്രീരേഖയായിരുന്നില്ല കോളിൽ. കിഷോർ മാധവ് എന്ന കിച്ചു ആയിരുന്നു. അഗ്നി, നീ എവിടെയാണ്? കോളേജിൽ നിന്നും ഇറങ്ങിയെന്ന് ആനന്ദ് സാർ വിളിച്ചു പറഞ്ഞു. എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം. ലൊക്കേഷൻ ഇട്. ബീച്ചിലാണോ?
കടലിൻ്റെ ഇരമ്പം കേൾക്കുന്നുണ്ടല്ലോ. ബീച്ചിലാണ്. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി. എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ പോകണം. കിച്ചുവിൻ്റെ വർക്ക് തുടർന്നോളൂ. എനിക്ക് നാളെ കിച്ചുവിനെ ഒന്ന് കാണണം. അത്യാവശ്യമാണ്. രാവിലെ കോളേജിൽ വന്നാൽ മതി. അത് ഞാൻ വരാം. നീ ഇപ്പോൾ ഓക്കെയാണോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരാം. എനിക്ക് കുഴപ്പമില്ല കിച്ചു. കോളേജിൽ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ദീപുവിൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്തു എന്നുകൂടി അറിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങളത് നിന്നെ മനഃപൂർവ്വം അറിയിക്കാതിരുന്നതാ. നിനക്കത് സഹിക്കാൻ പറ്റില്ല എന്നറിയാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ അറിഞ്ഞില്ലേ? നിങ്ങൾ മൂടി വെച്ചതുപോലെ മറ്റുള്ളവർ മൂടി വെച്ചോ? അന്ന് തന്നെ അറിയുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഷോക്ക് എനിക്ക് മാറുമായിരുന്നില്ലേ? എൻ്റെ വേദനയുടെ കൂടെ അതും താങ്ങുമായിരുന്നില്ലേ ഞാൻ? നിങ്ങളെല്ലാം നല്ലതെന്ന് കരുതി ചെയ്യുന്നത് മുഴുവൻ ഇതുപോലുള്ള കാര്യങ്ങളാ. വച്ചോകിച്ചു, ഞാൻ സ്കൂട്ടിയിൽ കയറാൻ പോവാ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കൂ. ഒന്ന് മൂളിക്കൊണ്ടവൾ കോൾ കട്ട് ചെയ്തു. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ. ചെന്നു നിന്നത് വൃദ്ധസദനത്തിൻ്റെ മുന്നിലാണ്. കാലത്തെ വിശ്രമവേളയാണ്. പരിചിതമായ മുഖങ്ങളെല്ലാം ഉദ്യാനത്തിലുണ്ട്. പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്ന പുഷ്പങ്ങൾ പോലെ. അവൾ കണ്ടിട്ടില്ലാത്ത പുതിയ പുഷ്പങ്ങളും കുറച്ചുണ്ടവിടെ. അവളെ കണ്ടതും പലരും ഓടിയെത്തി. ഞെക്കിപ്പൊട്ടിക്കുന്ന രീതിയിൽ പലരും കെട്ടിപ്പിടിച്ചു. പലരുടെയും കണ്ണിൽ വിരഹത്തിൻ്റെ വേദന കണ്ടു. പരിഭവത്തിൻ്റെ കുഞ്ഞു പിണക്കങ്ങൾ കണ്ടു. കുറച്ചു നേരമെടുത്തു എല്ലാവരെയും സമാധാനിപ്പിക്കാൻ. കയ്യിൽ കരുതിയ മധുരമില്ലാത്ത പലഹാരങ്ങൾ എല്ലാവർക്കും പങ്കുവച്ചു. പലർക്കും പ്രിയം മധുരത്തിനോടാണ്. മിക്കവരും ഷുഗർ രോഗികളായതിനാൽ കൊടുക്കാൻ നിവർത്തിയില്ല. കുറച്ചുനേരം അവരുടെ എല്ലാം താളത്തിന് നിന്നുകൊടുത്തിട്ട് അവൾ അശ്വതി എന്ന ഓഫീസ് റൂമിലേക്ക് നടന്നു. ഫയലിൽ എന്തോ തിരയുന്ന പാർവമ്മയെ ഡോറിനരികിൽ നിന്ന് കുറച്ചുനേരം നോക്കി നിന്നു. മേ ഐ കമിൻ മാഡം? ഞെട്ടലോടെ പാർവതി മുഖമുയർത്തി നോക്കി. മോളെ. ഒരു നിമിഷം കൊണ്ട് പാർവതി പിടഞ്ഞെഴുന്നേറ്റു. മിസ്സിസ് പാർവതി രംഗനാഥ്. ആ ഒരൊറ്റ വിളിയിൽ മിത്രയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലാൻ തുടങ്ങിയവളുടെ കാലിൽ കൂച്ചു വിലങ്ങ വീണു. എനിക്ക് ലച്ചുവമ്മയുടെ മരണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. അതിനുവേണ്ടി വന്നതാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അവർ ഇല്ലെന്ന് തലയിളക്കി. നിറഞ്ഞ കണ്ണുകളിൽ നിന്നും മടരാൻ വെമ്പി നിൽക്കുന്ന നീർമണികളെ തുടച്ചു കളയാൻ പോലും പാർവതി മിനക്കെട്ടില്ല. ഇരിക്കൂ. മുന്നിലുള്ള കസേരയിലേക്ക് വിരൽ ചൂണ്ടി പാർവതി പറഞ്ഞു. കയ്യിലെ ബാഗ് ഒതുക്കി പിടിച്ചുകൊണ്ട് അവർ നീട്ടിയ കസേരയിലേക്ക് മിത്ര പതിയെയിരുന്നു. പിന്നെ ബാഗിൽ നിന്നും ഒരു ബുക്കും പേനയും എടുത്ത് അവൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. പാർവതി പറഞ്ഞ മറുപടികൾ കുറിച്ചെടുത്തു. 20 മിനിറ്റ് നേരം ചോദ്യവും ഉത്തരവുമായി അവൾ അവിടെ ചിലവഴിച്ചു. ഞാൻ പോകുന്നു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാം. പാർവതിയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ മിത്ര അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മുന്നിലെ മേശയിലേക്ക് തലചായ്ച്ച് ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പെയ്തു തീർത്തു പാർവതി. തിരിച്ച് സ്കൂട്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മിത്രയുടെ മനവും പെയ്യുന്നുണ്ടായിരുന്നു. പാർവമ്മയ്ക്ക് അറിയില്ലല്ലോ അവരെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ അവിടെ ചെന്നതെന്ന്. എൻ്റെ മനസ്സിലെ വേദനകളൊന്നും ആരും അറിയണ്ട. ജനിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കടമകൾ കഴിഞ്ഞു. പ്രസവിച്ച ഉടനെ കൊന്നുകളയുകയായിരുന്നു ഇതിലും നല്ലത്. പിറ്റേന്ന് കാലത്ത് കോളേജിലെത്തുമ്പോൾ കിച്ചു അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ അവനോട് സംസാരിച്ചുകൊണ്ട് പ്രൊഫസർ ആനന്ദ് ഗംഗാധറും. കിച്ചു, നീ അറിഞ്ഞോ? ഹരിനന്ദന് വേണ്ടി വാദിക്കുന്നത് ശ്രീരേഖയാണ്. ഇപ്പുറത്ത് വാദിക്കാൻ എനിക്കൊരു സ്ട്രോങ് ആയ അഡ്വക്കേറ്റിന് വേണം. കിഷോറിൻ്റെ അടുത്തേക്ക് ചെന്നതും ആനന്ദ് സാർ നിൽക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ മിത്ര പറഞ്ഞു. ഇക്കാര്യം നിന്നോടാരാ പറഞ്ഞത്? ശ്രീരേഖ. അവളെന്തിനാ ഇതിലേക്കൊക്കെ എടുത്തിയാടുന്നത്? കിഷോറിന് ദേഷ്യം വന്നു. എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും. പ്രതിഭാഗം ആര് വാദിച്ചാലും എനിക്ക് പ്രശ്നമില്ല. വാദിഭാഗം വാദിക്കുന്നത് സമർത്ഥനായ വക്കീലായിരിക്കണം. അങ്ങനെ ഒരാളെ കിച്ചു കണ്ടെത്തിയേ പറ്റൂ. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു ആനന്ദ്. സമർത്ഥനായ വക്കീലിന് പണമാര് കൊടുക്കും? നീ കൊടുക്കുമോ? ഞാൻ കൊടുക്കും. മിത്ര എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ആനന്ദ് ഗംഗാധർ പറഞ്ഞു. കേട്ടല്ലോ, സാർ തരും. കോടതിക്കുള്ളിൽ ശ്രീരേഖയെ മലർത്തി അടിക്കണം. ഹരിനന്ദന് പരമാവധി ശിക്ഷ വാങ്ങിത്തരണം. അയാൾക്കെതിരെ പോലീസിൻ്റെ കയ്യിൽ പോലും ഇല്ലാത്ത തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അത്തരം ഒരു അഡ്വക്കേറ്റിന് മാത്രമേ ഞാനത് കൈമാറൂ. എങ്കിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരു വക്കീലിനെ. ആരാ? മിത്രയുടെ ചോദ്യത്തിന് ആനന്ദ് ഗംഗാധർ ഒന്ന് ചിരിച്ചു. ലക്ഷ്മൺ പോറ്റി, നിന്റെ ലച്ചുവമ്മയുടെ ഭർത്താവ്. അദ്ദേഹം അഡ്വക്കേറ്റാണോ? മിത്രയ്ക്ക് മാത്രമല്ല കിഷോറിനുമുണ്ടായി ആ സംശയം. ഒരിക്കൽ അഴിച്ചു വെച്ച കുപ്പായമാണ്. വീണ്ടും എടുത്തണിയാൻ മടിയില്ലാത്തവനുമാണ്. എങ്കിൽ അതിലും നല്ലൊരാളെ നമുക്ക് കിട്ടാനില്ല. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാം. കൂടെ ഞാനും വരാമെന്ന് കിഷോർ പറഞ്ഞെങ്കിലും അതിന് മറുപടി പറയാതെ മിത്ര ക്ലാസ് റൂമിലേക്ക് നടന്നു. നിനക്കിന്ന് കോളേജിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ? കാലത്ത് കോളേജിൽ പോകാനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് മിത്രയുടെ നേർക്ക് മീനുവിൻ്റെ ചോദ്യം വന്നത്. എന്താ മീനൂട്ടി കാര്യം?
അത് കേട്ടിട്ട് കോളേജിൽ പോകണോ പോകണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കാം. മുല്ലശ്ശേരിക്കൊന്ന് പോവായിരുന്നു. തറവാട്ടിൽ 2 ദിവസമായി അമ്മ പറയുന്നു നിന്നെ ഒന്ന് കാണണമെന്ന്. കുറച്ച് ക്ലാസ്സുകൾ മിസ്സായതുകൊണ്ട് ക്ലാസ് മുടക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് കോളേജിൽ നിന്നും നേരെ മുല്ലശ്ശേരിക്ക് പോകാം. നാളെ അവിടെ നിന്ന് ക്ലാസ്സിന് വരാമല്ലോ. എനിക്കും കൂടി വരാനായിരുന്നു. അമ്മയെ കണ്ടിട്ട് കുറച്ചായി. അവൾ കുറച്ചു നേരം മീനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? കുറച്ചല്ല, കുറച്ചധികമായി. മീനൂട്ടിക്ക് വീട്ടിലേക്ക് പോകാൻ അച്ഛൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തേ മുത്തശ്ശിയുടെ അടുത്ത് പോകാൻ തോന്നാതിരുന്നത്? അത് പിന്നെ ഓരോ തിരക്കുകളല്ലേ. എൻ്റെ പൊന്നു മീനൂട്ടി, നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ മക്കളും പഠിക്കേണ്ടത്. നാളെ എൻ്റെ തിരക്കുകളുടെ പേര് പറഞ്ഞ് ഞാൻ മീനൂട്ടിയെ കാണാൻ വന്നില്ലെങ്കിൽ മീനൂട്ടിക്ക് സങ്കടം വരുമോ? വരും. ഉടനെ തന്നെ മീനു മറുപടിയും പറഞ്ഞു. ഞാൻ കാണാൻ വരാത്തതിന് മീനൂട്ടി എന്നോട് പരിഭവം പറയുമ്പോൾ ഞാൻ എന്ത് തിരിച്ചു പറയും എന്നറിയോ? ഇല്ലെന്ന അർത്ഥത്തിൽ അവൾ തല വിലങ്ങനെയാട്ടി. മീനൂട്ടി മുത്തശ്ശിയെ കാണാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അന്നൊക്കെ മീനൂട്ടിക്ക് ഭയങ്കര തിരക്കല്ലായിരുന്നോ? ഇപ്പോൾ മുത്തശ്ശിയുടെ സ്ഥാനത്ത് മീനൂട്ടി വന്നു നിൽക്കുമ്പോൾ എന്നോടെന്തിനാ പരിഭവം? എനിക്കിപ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മീനൂട്ടിയെ കാണാൻ വരാൻ ഒട്ടും നേരമില്ല. അങ്ങനെ ഞാൻ പറയും. മീനുവിൻ്റെ മുഖം വാടിപ്പോയി. എന്തിനാ മുഖം വാടുന്നത്? ഇന്ന് നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നാളെ ആരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരില്ല. ഞാൻ എന്തായാലും ഇന്ന് പോകാൻ തീരുമാനിച്ചു. അച്ഛനെയും ഏട്ടനെയും ഫോണിൽ വിളിച്ച് പറയാം. മറ്റന്നാൾ ഞായറാഴ്ചയല്ലേ? മീനൂട്ടി ഒരു കാര്യം ചെയ്യൂ, അച്ഛനോട് പറയൂ. മീനൂട്ടി ആവശ്യപ്പെട്ടാൽ എന്ത് തിരക്ക് മാറ്റി വെച്ചിട്ടായാലും അച്ഛൻ മീനൂട്ടിയെ കൊണ്ടുപോകും, ഉറപ്പ്. മിത്ര പറഞ്ഞത് കേട്ട് മീനുവിന് നന്നായി സങ്കടം വന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റാതെ തന്നെ അവർ അവളെ നോക്കി. എന്തായാലും 2 ഡ്രസ്സ് എടുത്തു വയ്ക്കട്ടെ, ഞാൻ നാളെ വൈകുന്നേരമേ തിരിച്ചു വരൂ. മീനുവിൻ്റെ സങ്കടം കണക്കിലെടുക്കാതെ അവൾ മുകളിലേക്ക് കയറിപ്പോയി. ഉച്ചത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ തൊട്ടു മുന്നിലത്തെ അവറായിരുന്നു ആനന്ദ് സാറിൻ്റെ ക്ലാസ്. ലഞ്ച് ബ്രേക്കിൻ്റെ ബെൽ മുഴങ്ങിയപ്പോൾ ആനന്ദ് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. സാർ. വരാന്തയിൽ എത്തിയപ്പോഴാണ് ആനന്ദ് ഗംഗാധർ പിൻവിളി കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ മിത്രയാണ്. അവളെ കണ്ടതും അയാളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. എന്താ അഗ്നി? സാർ വൈകിട്ട് കാറിലാണോ വീട്ടിലേക്ക് പോകുന്നത്? അതെ. എങ്കിൽ ഞാനും സാറിൻ്റെ കൂടെ വരട്ടെ? അദ്ദേഹം ഒന്നും മനസ്സിലാവാതെ കണ്ണുകളിൽ പുഞ്ചിരി നിറച്ച് അവളെ നോക്കി. എനിക്ക് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ പോയിട്ട് ഒന്ന് കാണണം, പിന്നെ ദീപുവിനെയും. ഇത് രണ്ടും കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ വരും? സമയം കുറയാവില്ലേ? എൻ്റെ അമ്മയുടെ വീട് മുല്ലശ്ശേരിയിലാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. നാളെ രാവിലെ അവിടെ നിന്ന് ക്ലാസ്സിന് വരികയും ചെയ്യാം. മുല്ലശ്ശേരി എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. മുല്ലശ്ശേരിയിലാണോ അമ്മയുടെ വീട്? അതെ. അവിടെ എവിടെയാണ്? അവിടെ ചന്ദ്രോത്ത് തറവാടെന്ന് കേട്ടിട്ടുണ്ടോ? നായർ സമുദായമാണ്. ആനന്ദ് ഗംഗാധറിൻ്റെ പുരികം ഒന്ന് ചുളിഞ്ഞു. ഓവ്. അവിടുത്തെ സുഭദ്രാമയുടെ 3 മക്കളിൽ 2ാമത്തെ ആളുടെ മകളാണ് ഞാൻ. അന്ന് ഹോസ്പിറ്റലിൽ മിത്രയെ കാണാൻ പോയത് അയാൾ ഓർത്തു. അന്ന് ബൈസ്റ്റാൻഡറായി കൂടെ ഉണ്ടായിരുന്നതായിരിക്കും മിത്രയുടെ അമ്മ. അപ്പോഴേ മനസ്സ് പറഞ്ഞിരുന്നു ഇവരെ നല്ല പരിചയമുണ്ടല്ലോ എന്ന്. അഗ്നിയുടെ അമ്മയുടെ സഹോദരിമാർ? അമ്മയുടെ ജ്യേഷ്ഠത്തി ബാംഗ്ലൂരാണ് താമസം. മക്കളും ഹസ്ബൻഡുമൊക്കെ അവിടെ ജോലി ചെയ്യുന്നു. പിന്നെ 2ാമത്തത് എൻ്റെ അമ്മ. അച്ഛന് റെയിൽവേയിലായിരുന്നു ജോലി. അതുകൊണ്ട് ഞങ്ങളുടെ പഠനം പല സ്ഥലത്തായിരുന്നു. അച്ഛൻ റിട്ടയർഡ് ആയപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അമ്മയ്ക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അവൾ മനഃപൂർവ്വം വിശദീകരിച്ച് തന്നെ പറഞ്ഞു. അതെന്താ കാണാത്തത്? അയാൾക്കത് അറിയാനായിരുന്നു താല്പര്യം. ചെറിയമ്മയെ മുത്തശ്ശൻ പടിയടച്ച് പിണ്ടം വെച്ചതാ. ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയെന്നാ കേട്ടിട്ടുള്ളത്. പാവം മുത്തശ്ശിക്ക് നല്ല ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ് മകളെ ഒന്ന് കാണണമെന്ന്. പിടിവാശിക്കാരനായ ഭർത്താവ് ഇന്നില്ലല്ലോ. മുത്തശ്ശനെ പറഞ്ഞതാണേ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. എത്രയും വേഗം മുത്തശ്ശിയുടെ മകളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. ഞാനിപ്പോൾ എന്തിനാ ഇതെല്ലാം സാറിനോട് പറയുന്നതല്ലേ? അപ്പോൾ സാറിനെ കൊണ്ടുപോകുമോ? കൊണ്ടുപോകാം. 1 അവർ നേരത്തെ ഇറങ്ങിയോ, അല്ലെങ്കിൽ നിന്നെ ചന്ദ്രോത്ത് എത്തിക്കുമ്പോഴേക്കും ഇരുട്ടാവും. അവൾ ശരിയെന്ന് തലയാട്ടി. പറഞ്ഞതുപോലെ 1 അവർ നേരത്തെ തന്നെ മിത്ര ഇറങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ അനന്ത പത്മനാഭനെയും സിദ്ധുവിനെയും വിളിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അവർ സമ്മതവും കൊടുത്തു. സ്കൂട്ടി കോളേജ് ഗ്രൗണ്ടിൽ തന്നെ ഒതുക്കി വെച്ചിട്ട് അവൾ ആനന്ദിൻ്റെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരിക്കുമ്പോൾ മിത്ര ഇടം കണ്ണാലെ ആനന്ദിനെ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ അറിയുന്ന മകളും മകളെ അറിയാത്ത അച്ഛനും ഒരുമിച്ചൊരു യാത്ര. എന്നെങ്കിലും ഈ അച്ഛൻ തിരിച്ചറിയുമോ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് തൻ്റെ മകൾ തന്നെയാണെന്ന്? അറിയുന്ന നിമിഷം എന്തായിരിക്കും ആ മനസ്സിലുണ്ടാവുക? വാദം തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം പുറത്തു വരാൻ അധിക സമയമില്ലെന്ന് അവൾക്കറിയാം.
പ്രതിഭാഗത്ത് അഡ്വക്കേറ്റ് ശ്രീരേഖ ആയതാണോ കാരണം? അല്ല, മറ്റൊരാളാണെങ്കിലും തൻ്റെ പിതൃത്വം കോടതിയിൽ ചർച്ചയാകുമെന്ന് അവൾക്ക് ഉറപ്പാണ്. കോടതിയിലെ സാക്ഷിക്കൂട്ടിൽ താൻ കയറി നിൽക്കുന്നത് അവൾ ഓർത്തു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജയിലറയുടെ ഉള്ളിൽ വെച്ച് ലക്ഷ്മി പാർവതി പ്രസവിച്ച് മറ്റൊരാൾക്ക് കൈമാറിയ കുഞ്ഞല്ലേ നീ? അല്ലെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാമോ? ലക്ഷ്മി പാർവതിയിൽ നിന്നും കഥകളെല്ലാം അറിഞ്ഞ നീ പിതാവായ ആനന്ദ് ഗംഗാധരനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം മനഃപൂർവ്വം എൻ്റെ കക്ഷിയുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ ചെയ്തത്? അഡ്വക്കേറ്റ് ശ്രീരേഖയുടെ ശബ്ദം കോടതി മുറിക്കുള്ളിൽ പ്രതിധ്വനിക്കുന്നു. ആനന്ദ് ഗംഗാധർ ഞെട്ടലോടെ അഗ്നിമിത്രയെ നോക്കുന്നു. ഇവളായിരുന്നോ തൻ്റെ മകൾ എന്ന പരിഭ്രമം നിറഞ്ഞ മുഖം. ആ രംഗം മനക്കണ്ണിൽ കണ്ടതുപോലെ മിത്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അഗ്നി എന്താ തനിച്ചിരുന്ന് ചിരിക്കുന്നത്? അയാൾ അത് ചോദിച്ച നിമിഷം അവളുടെ നോട്ടം അയാളിലേക്കായി. എൻ്റെ മനസ്സ് കോടതിയിലേക്ക് പോയി. ഞാൻ സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കുന്നതും അഡ്വക്കേറ്റ് ശ്രീരേഖ എനിക്ക് നേരെ വാക്ശരങ്ങൾ തൊടുക്കുന്നതും ഒരു നിമിഷം ചിന്തിച്ചു. അവളൊന്ന് ദീർഘനിശ്വാസം വിട്ടു.